ഈ നമ്പർ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്നുള്ളത്. എന്നാൽ ചുരുക്കം ചില വ്യക്തികൾക്കറിയാം ഈ നമ്പറിൻ്റെ പ്രസക്തി എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും. ഇന്ന് പ്രസക്തി ആർജിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഓൺലൈനിൽ പണം തട്ടുക എന്നുള്ളത്. ഇത്തരം ബിരുദന്മാരുടെ പ്രവൃത്തികൾ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പുറത്തിറക്കിയ നമ്പറാണ് 1930 എന്നുള്ളത്. ഈ തട്ടിപ്പുകളിൽ പ്രായവ്യത്യാസമില്ലാതെയും വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ഈ നമ്പർ കൊടുക്കുന്നത്. അവർ മാത്രമല്ല, ഇനി കുടുങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഈ നമ്പർ ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. 1930. കൂടുതലും ആൾക്കാർ ഈ വഴിയിൽ അകപ്പെടുന്നത് രാത്രികാലങ്ങളുള്ള ചാറ്റുകളിൽ നിന്ന്. ഒരു ആപ്പിൽ കയറി നമ്മൾ ചാറ്റുമ്പോൾ ആദ്യം ഒരു കൈ വിടും, അപ്പോൾ അങ്ങേ തലക്കിൽ നിന്നൊരു കൈ വിടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഹലോ പറയും. അത് കഴിഞ്ഞാൽ അങ്ങേ തലക്കിൽ നിന്ന് വാട്സപ്പ് നമ്പർ ചോദിക്കുക, നമ്മളത് കൊടുക്കും. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകളുടെ കൂടി പൂരമായിരിക്കും. അതൊരു പുരുഷനാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ നഗ്നതാ ചിത്രങ്ങളും, ഒരു സ്ത്രീയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പുരുഷൻ്റെ നഗ്നതാ ചിത്രങ്ങളും എല്ലാം അതിൽ തെളിഞ്ഞു വരും. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം മുംബൈയിൽ നിന്നൊരു ഫോൺ കോൾ വരും. മുംബൈ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. ഇതായിരിക്കും ഫോൺ കോൾ. നമ്മൾ കാര്യം എന്തെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അവർ പറയും നിങ്ങൾ അശ്ലീല സെറ്റുകളിൽ കയറി അശ്ലീലങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അതും പോരാത്തതിന് നിങ്ങളുടെ ഫോട്ടോയും അശ്ലീല ചിത്രങ്ങൾ ചേർത്ത് മോർഫ് ചെയ്ത നഗ്നതാ പ്രദർശനങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണ് നിങ്ങൾ മനക്കരുത്ത് ആർജിക്കേണ്ടത്. മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങളെ ആപ്പിലാക്കാൻ വേണ്ടിയുള്ള സൂത്രങ്ങളാണ്, അല്ലെങ്കിൽ കുതന്ത്രങ്ങളാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്താണ് ഈ നമ്പർ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്, 1930 എന്നുള്ള നമ്പർ. നിങ്ങൾ ഈ നമ്പറിൽ പരാതി അറിയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കിടന്ന് പിടയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും, ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ പോലും. ഈ സമയത്ത് നിങ്ങൾ അയൽവാസികളുടെയോ സുഹൃത്തുക്കളുടെയോ ഉപദേശങ്ങൾ തേടാൻ നടന്നാൽ അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് വരും. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം, അതിനുള്ള മറുവഴി, അത് ഇവർക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മുടെ പോലീസ്. ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി വിവരമായി. അറിയിക്കാതിരുന്നാൽ ഏറെ ബുദ്ധിമുട്ടായി പോകും. പോലീസിനോട് ഞാൻ എങ്ങനെ പറയും, എൻ്റെ ഭാഗത്ത് നടന്നു തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചിരിക്കരുത്. അതിൽ നിങ്ങൾക്കൊരു നാണക്കേട് വിചാരിക്കരുത്. ഇത് നിങ്ങളെ രക്ഷിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ, വേറെ ആര് വിചാരിച്ചാലും നടക്കില്ല. അതിന് നിങ്ങൾ സ്വയം വിചാരിക്കും, വരുന്നവിടെ വെച്ച് കാണാം എന്ന് വിചാരിക്കും. നോക്കൂ, ഒരാൾ പരാതി കൊടുത്തിട്ടോ 10 ആൾ പരാതി കൊടുത്തിട്ടോ സൈബർ തട്ടിപ്പുകളുടെ ലോകം അവസാനിക്കുന്നില്ല. അവർ പുതിയ സൈബർ തട്ടിപ്പുകൾ എങ്ങനെ നടത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ആൾക്കാരാണ് അവർ. 1995 നാടൻ ചാരായം നിർത്തിയെങ്കിൽ ഇപ്പോൾ അത് പല പേരുകളിൽ അതേ നാടൻ ചാരായം ഇന്നും വിപണിയിൽ ലഭ്യമാണ്. ഇതേപോലെ തന്നെയാണ് പല സൈബർ തട്ടിപ്പുകളും. ഒന്ന് പിടിക്കുമ്പോൾ അടുത്തത് വേറെ പേരായിരിക്കും, അത് പിടിക്കുമ്പോൾ അതിനടുത്തത് വേറെ പേരായിരിക്കും. ഇതിലെല്ലാം നമ്മൾ അകപ്പെടാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വെർച്വൽ അറസ്റ്റ് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ആ തട്ടിപ്പ് പകുതിയായി അവസാനിച്ചു എന്ന് വേണം കരുതാൻ. എന്നാൽ പൂർണ്ണമായിട്ട് അത് അവസാനിച്ചിട്ടില്ല. ഇനിയും ആ തട്ടിപ്പ് തലപൊക്കും. എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഈ സംഭവം നടക്കാൻ ചില ജനങ്ങൾക്ക് മാത്രം എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ആരുടെ കയ്യിലുണ്ടോ അവർക്കെല്ലാം ഈ തെറ്റുകൾ സംഭവിക്കാം. ചില ആൾക്കാർ ഇതിൽ പരാതി പറയുന്നു, ചില ആൾക്കാർ അത് പരാതി പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യസ്തത. ഈ പരാതി പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ വെളിയിൽ വരുന്നില്ല, അല്ലാത്തവരുടെ വെളിയിൽ വരുന്നില്ല. പിന്നെ സമൂഹം ഒറ്റപ്പെടുത്തും എന്നുള്ള തോന്നലുകൾ ഉള്ളതുകൊണ്ട് ആരും പരാതിക്ക് തിരിക്കുകയോ ചെയ്യരുത്. മനുഷ്യനായാൽ തെറ്റ് പറ്റും, അത് മനുഷ്യന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ തെറ്റ് എന്നൊരു സംഭവം അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1930 എന്ന നമ്പർ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾ മനസ്സിൽ അടിത്തറ പോലെ ഒന്ന് കുറിച്ചിടുന്നത് നല്ലതാണ്.